ന്യൂസ് നൈറ്റിലേക്ക് കടുവ സങ്കേതങ്ങളിൽ വരുത്തുന്ന നിയന്ത്രണം ശബരിമലയ്ക്ക് ബാധകമാക്കരുതെന്ന് സംസ്ഥാനം ആവശ്യപ്പെടും. കേരളത്തിന്റെ നിലപാട് തിങ്കളാഴ്ച സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വനം വകുപ്പിലും ദേവസ്വം ബോർഡിലും ആലോചിച്ച ശേഷം സുപ്രീം കോടതിയെ നിലപാടറിയിക്കാൻ എജിയെ ചുമതലപ്പെടുത്തി. ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീ രാഹുൽ ഈശ്വർ, എല്ലാ നിയമങ്ങളും ബാധകമാക്കണം, പരിസ്ഥിതി സംരക്ഷണത്തിന്, അതുവഴി ആ ദേവസ്ഥാനത്തിന്റെ വിശുദ്ധിക്ക് അതാണ് നല്ലത് എന്ന നിലപാടായിരുന്നില്ലേ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്നത്? ശബരിമല പിൽഗ്രിമേജ് തന്നെ, തീർത്ഥാടനം തന്നെ പരിസ്ഥിതിയെ കോട്ടം തട്ടാത്ത രീതിയിൽ പരിസ്ഥിതിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പിൽഗ്രിമേജ് ആണ്. അയ്യപ്പൻ ദൈവമാണ്, മനുഷ്യനാണ്, അതിനേക്കാൾ നല്ലൊരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. മണ്ണിനെ, മരങ്ങളെ, മൃഗങ്ങളെ, മനുഷ്യരെ, മലയെ ഒക്കെ മണികണ്ഠനായി ദൈവമായി കാണുന്ന ഒരു പിൽഗ്രിമേജ് ആണ്. കാലാന്തരത്തിൽ അതിന്റെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട്, വരുന്ന ആൾക്കാരുടെ, അതൊക്കെ സത്യമാണ്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ നോക്കിയാൽ കാട്ടിലേക്ക് അരി എറിയുന്ന ചടങ്ങ്, അല്ലെങ്കിൽ കാട്ടിലെ വന്യജീവികളെ ദൈവികമായി കാണുന്ന ചടങ്ങ്, അവിടെ തെങ്ങ് വെക്കുന്ന ചടങ്ങ്, ഇതെല്ലാം ഒരു നല്ല പരിസ്ഥിതിയുടെ സന്ദേശം ആയിരക്കണക്കിന് വർഷങ്ങളായി ശബരിമല നൽകുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കരുത്. സാങ്കേതികത്വത്തിൽ മാത്രം ഇത്തരമൊരു വാദത്തെ നമ്മൾ കാണരുത്. എന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് വളരെ സ്തുത്യർഹമാണ്. കേരളത്തിന്റെ മനസ്സാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ റെസ്ട്രിക്ഷൻ വേണ്ട, ഒന്ന് രണ്ട് റെഗുലേഷൻസ് വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കാവുന്നതാണ്. എല്ലാ വിശ്വാസികളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒന്ന് രണ്ട് റെഗുലേഷനുകളെ കുറിച്ച്, ഗൈഡ് ലൈനുകളെ കുറിച്ച് ഒക്കെ ചെയ്യാം. പിന്നെ ഭൂട്ടാ സിംഗ് കമ്മിറ്റിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയെ പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് ഡീലിംഗ് ചെയ്യുകയും ശബരിമലയ്ക്ക് അമർനാഥിലെ കേസ് പോലെ, ജമ്മു കാശ്മീരിലുള്ള അമർനാഥിലേക്കുള്ള പിൽഗ്രിമേജ് പോലെ അതിന് എക്സംഷൻ പോലുള്ള കാര്യങ്ങൾ ചിന്തിക്കാവുന്നതുമാണ്. അതുകൊണ്ട് ഇതിൽ ശക്തമായി കേരളം ഒരു മനസ്സോടുകൂടി നിന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ഫൈറ്റ് ചെയ്യണമെന്നും, അത് കോടിക്കണക്കിന് വിശ്വാസികളുടെയും കേരളത്തിന്റെയും, ഒരു വരി കൂടെ പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ച ഏക ദൈവമായ അയ്യപ്പനോട് ചെയ്യുന്ന നീതിയാണ് ഇന്ന് കേരള സർക്കാർ നടപ്പാക്കിയെന്നാണ് എന്റെ വിശ്വാസം.